ജീവനോടെ ഹമാസ് പിടിയിൽ അവശേഷിക്കുന്ന അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള എഡാൻ അലക്സാണ്ടർ, ഹമാസ് തടവിൽ കൊല്ലപ്പെട്ടവരായ ഒമർ ന്യൂട്ര, ഇത്തായി ചെൻ, ഘാഡി ഹഗായി, ജൂഡി വെയിൻസ്റ്റീൻ ഹഗായി എന്നിവരുടെ മൃതദേഹങ്ങളുമാണ് ഹമാസ് കൈമാറുന്നത്. ഖത്തറിൽ നടന്ന ഹമാസ് US ചർച്ചകളിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഹമാസിനെ പ്രേരിപ്പിച്ചത്. വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിനായുള്ള പുതിയ നിർദ്ദേശം അമേരിക്കൻ മധ്യസ്ഥരിൽ നിന്ന് ലഭിച്ചതായും ഹമാസ് അതിനോട് അനുകൂലമായി പ്രതികരിച്ചതായുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബന്ദികൾക്കായുള്ള പ്രത്യേക ദൂതൻ ആദം ബൂഹ്ലറാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഒരു ഭീകര സംഘടനയായ ഹമാസുമായുള്ള സർവ്വസാധാരണമല്ലാത്ത ഈ ചർച്ചകൾ നടന്നത്. അമേരിക്കൻ പൗരന്മാരായ ബന്ദിയുടെ മോചനവും മൃതദേഹങ്ങളും കൈമാറുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി അടിയന്തര സുരക്ഷായോഗം വിളിച്ചുകൂട്ടി. വരുന്ന മണിക്കൂറുകളിൽ സുരക്ഷായോഗം കൂടുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ജീവനോടെയുള്ള ഒരു ബന്ദിയെയും കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറുന്നതിലൂടെ ഗാസയിൽ വെടിനിർത്തൽ ആഴ്ചകളോളം നീട്ടാനും ഇസ്രായേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളും നീട്ടാനാണ് ഹമാസ് പദ്ധതി.